ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു പൂവാണ്. ഈ ഒരു പൂവ് ഉണ്ടാക്കാൻ വേഗം കഴിയും, എളുപ്പമാണ്. ഇതുപോലത്തെ 2 റിബണാണ് നമുക്ക് ആവശ്യം. ഒരു മഞ്ഞയും ഒരു പച്ചയും, പച്ച കളറും ഒരു മഞ്ഞ കളറും ഒരു റിബണാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഉണ്ടാക്കിയ പൂവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അതുപോലെ തന്നെ ഉള്ളൊരു പൂവ് തന്നെ, അതുപോലെ തന്നെയാണ് ഏകദേശം ഉണ്ടാക്കുന്നത്. ഇന്ന് ഞാൻ ഒറ്റ പൂ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ഇത് കുറച്ച് വലിപ്പത്തിലുള്ളൊരു പൂവായതുകൊണ്ട് ഒറ്റൊന്ന് മാത്രം മതി എന്ന് വിചാരിച്ചു. ഇതും ഉണ്ടാക്കേണ്ടത്, ഈ റിബണ് 14 സെൻറ്റിമീറ്റർ തന്നെയാണ് എടുക്കേണ്ടത്. രണ്ടും പച്ചയും മഞ്ഞയും 14 സെൻറ്റിമീറ്റർ തന്നെയാണ് എടുക്കേണ്ടത്. കണ്ടോ, രണ്ടും 14 സെൻറ്റിമീറ്റർ വെച്ചിട്ട് അളന്നിട്ട്, ടാപ്പ് വെച്ച് അളന്നിട്ട് എടുക്കുകയാണേ. നമുക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കണ്ടോ, 14 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി നമുക്ക് ആവശ്യം ഒരു സൂചി നൂലും വെച്ചിട്ട്, ഏത് കളറായാലും കുഴപ്പമില്ല, ഒരു സൂചി നൂലും വെച്ചിട്ട് അത് തുന്നിയെടുക്കണം. രണ്ടും ഒന്നിച്ച് വെച്ച് അതിൻ്റെ ഒരു അറ്റത്തുകൂടെ ഒരു ഭാഗം മുഴുവനായിട്ട് തുന്നിയെടുക്കുക. നല്ല വൃത്തിക്ക് ചെറിയ ചെറിയ സ്റ്റിച്ച് അങ്ങനെ വലുതായാലും ചെറുതായാലും കുഴപ്പമില്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അറ്റത്തൂടെ നന്നായിട്ട് തുന്നിയെടുക്കുക. അത് മൊത്തമായിട്ട് തുന്നിയെടുക്കുക. കണ്ടോ, മൊത്തമായിട്ട് ഞാൻ തുന്നിയെടുത്തിട്ടുണ്ട്. ഒരു ഭാഗം മാത്രമേ തുന്നണ്ടൂ, ഒരു സൈഡ് മാത്രമാണ് തുന്നിയെടുത്തത്. ഇനി അത് നമ്മൾ അടിയിൽ നിന്ന് നൂല് വലിച്ച് ഇങ്ങനെ ഒരു പൂവാക്കി മാറ്റി. കണ്ടോ, നന്നായിട്ട് മേലോട്ട് വലിച്ച് കൊണ്ടുപോവുക. എന്നിട്ട് നല്ല രീതിയിൽ അതൊന്ന് തുന്നിക്കൊടുക്കണം. രണ്ടറ്റം കൂടെ തുന്നിക്കൊടുക്കുക. അതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഉറപ്പില്ലാത്ത പോലെയൊക്കെ തോന്നും നമുക്ക്. കണ്ടോ, ഈ രണ്ടറ്റം കൂടെ നമുക്കൊന്ന് തുന്നിയെടുക്കാം. നന്നായിട്ട് തുന്നിയെടുക്കണം രണ്ടറ്റവും. അതിന് ശേഷം ആ രണ്ടറ്റം തുന്നിയതിന് ശേഷം നമുക്ക് ആ ചുരുങ്ങി നിൽക്കുന്ന ആ സൈഡ് ഉണ്ടല്ലോ, ചുരുക്കോടെ നിൽക്കുന്ന ആ സൈഡ് ഒന്നുകൂടെ നമ്മൾ തുന്നിയതിൻ്റെ മേലെ കൂടെ തന്നെ ആ റൗണ്ട് ഒന്നുകൂടെ ഒന്ന് തുന്നിയെടുക്കുക. അത് വലിയ പൂവായതുകൊണ്ട് ചിലപ്പോൾ അത് ഉറപ്പില്ലാത്ത പോലെ, ചിലപ്പോൾ ഊരിങ്ങി പോരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അതൊന്നുകൂടെ നന്നായിട്ടൊന്ന് തുന്നിയെടുക്കുക. നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കണ്ടോ, അങ്ങനെ ആ സൈഡ് കൂടെ കാണാത്ത രീതിയിൽ സൈഡിൽ കൂടെ ചെറുതാക്കി തുന്നിയെടുക്കുക. ഇപ്പം നമ്മൾ റൗണ്ട് മുഴുവൻ തുന്നിയെടുത്തിട്ടുണ്ട്. ഇനി നൂലൊന്ന് ഫിക്സ് ചെയ്യാണ്. ഒന്ന് കെട്ടിയിട്ട് നൂല് നമുക്ക് അടിയിൽ നിന്ന് വെട്ടിക്കളയണം. ഓക്കെ, ഇനി നമുക്കത് ഒന്ന് വേണമെങ്കിൽ ഡെക്കറേറ്റൊക്കെ ഒന്ന് ചെയ്യാം. ഓരോരുത്തർക്ക് ഓരോ കയ്യിലുള്ള എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ നടുവിലൊക്കെ നല്ല ഭംഗിയുള്ള എന്തെങ്കിലും മുത്തുകളോ അല്ലെങ്കിൽ എന്താണോ കയ്യിലുള്ളത് അത് വെച്ചിട്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഇതുപോലത്തെ ഒരു ലേസാണ് ഉള്ളത്. അപ്പോൾ ഇതാണ് ഞാൻ ഈ പൂവിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നത്. അത് ഓരോരുത്തർക്കും അവർക്ക് ഇഷ്ടമുള്ളത് വെച്ച് കൊടുക്കാം കേട്ടോ. മുത്താണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ കല്ലിൻ്റെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും കുഴപ്പമില്ല. എന്തായാലും ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളത് വെച്ച് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ. അപ്പോൾ ഞാൻ ഒരു പശ വെച്ചിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഏത് പശയാണെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. ഏതോ തുണിയിലെങ്ങാനും ഒട്ടിക്കുന്ന ഒരു പശ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഒട്ടിക്കുന്നത്. രണ്ടെണ്ണം ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഒറ്റൊന്നും ഒട്ടിച്ചപ്പോൾ കാണാനൊരു തീരെ ഒരു ചെറിയതുപോലെ തോന്നി.
അപ്പോൾ 2 വെച്ച് കൊടുത്തു. കണ്ടോ, കുഴപ്പമില്ല, നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഒട്ടിച്ച് കൊടുക്കുന്നതിന് മുന്നേ എന്നോട് പറയാൻ വിട്ടുപോയതാണ്, ഇതുപോലെ ഒന്ന് വിടർത്തി കൊടുക്കണേ. 2 ഇതളുകളും തമ്മിലൊന്ന് വിടർത്തി കൊടുക്കണം. എന്നോട് വിട്ടുപോയതാണ്. അപ്പോൾ ഒട്ടിച്ചതിന് ശേഷമാണ് ഞാനിങ്ങനെ വിടർത്തി കൊടുക്കുന്നത്. ഓക്കെ, ഇനി വേണ്ടത് നമുക്ക് നമ്മുടെ തലയിൽ ഫിക്സ് ചെയ്യാൻ ഒരു ക്ലിപ്പ് വേണമല്ലോ. ആ ക്ലിപ്പ് നമ്മൾ ഏത് ക്ലിപ്പാണോ നമ്മുടെ കയ്യിലുള്ളത് ആ ക്ലിപ്പ് എടുത്തിട്ട് ഒന്നെങ്കിൽ തുന്നിക്കൊടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഇവിടെ പശ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. സൂചി നൂലും വെച്ചിട്ട് തുന്നിക്കൊടുത്താൽ ഒന്നും കൂടെ ഒരു ഉറപ്പ് കിട്ടും. കുറച്ച് കാലം നമുക്ക് ഇങ്ങനെ കുത്തിപ്പോവാം. പശയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ എപ്പോഴാണ് പറഞ്ഞു പോരുന്നതെന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തുന്നിക്കൊടുക്കാൻ ഇഷ്ടമുള്ള സമയമൊക്കെ ഉള്ളവർക്ക് തുന്നി കൊടുക്കുന്നതായിരിക്കും നന്നാവുക. അപ്പോൾ എങ്ങനെയുണ്ട്? ഇതാണ് ലുക്ക്, ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ, സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യണേ.